ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 24-ാം ഞായർ. ഇന്ന് തിരുസഭ പ്രത്യേകമായ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ. നമുക്കറിയാം, നമ്മൾ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് കുരിശിൽ വരച്ചുകൊണ്ടാണ്, അവസാനിക്കുന്നതും കുരിശ് വരച്ചുകൊണ്ട് തന്നെയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഒരു വിധത്തിൽ കുരിശ് വരച്ചുകൊണ്ടാണ്. ക്രൈസ്തവരുടെ ചിഹ്നമാണ് വിശുദ്ധ കുരിശ്. ഈശോയുടെ മരണം വരെയും അപമാനത്തിൻ്റെയും ശിക്ഷയുടെയും പ്രതീകമായിരുന്ന കുരിശ് ഈശോയുടെ മരണത്തിലൂടെ അത് അനുഗ്രഹത്തിൻ്റെ, രക്ഷയുടെ ചിഹ്നമായി മാറി. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത്. കുരിശിലൂടെയാണ് നമുക്ക് രക്ഷ വന്നത്. കുരിശിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും പ്രകടമായത്. കുരിശിലൂടെയാണ് മരണത്തിൻ്റെയും സാത്താൻ്റെയും പാപത്തിൻ്റെ മേൽ മനുഷ്യവർഗത്തിന് വിജയം വന്നത്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ചിഹ്നമായ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലേക്ക്, ബൈബിൾ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്കൊന്ന് തിരിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന ഒരു വിധത്തിൽ ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രതീകമാണത്. ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തു. ആ പിറുപിറുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം, അതായത് സ്വർഗത്തിൽ നിന്ന് ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന. ഇത് വിലകെട്ട അപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വിധത്തിൽ ആ അപ്പത്തെ പോലെ, നമുക്കറിയാം ആ അപ്പം, ആ മന്ന നമ്മുടെ ദിവ്യ കുർബാനയുടെ പ്രതീകമാണ്. അപ്പം അവിടെ ഈ ദൈവത്തിനെതിരെ, ഈ അപ്പത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ അഗ്നേയ സർപ്പങ്ങൾ, പ്രപഞ്ചം പോലും ഈ ഇസ്രായേൽക്കാർക്കെതിരായി, പ്രപഞ്ചത്തിൽ നിന്ന് ആ മരുഭൂമിയിൽ സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ച് കൊല്ലാൻ തുടങ്ങി. അനേകർ അവിടെ മരിച്ചു വീഴുകയും ആ സമയത്ത് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അവർ പശ്ചാത്തപിക്കുക. ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. മോശയ്ക്കെതിരെ അവർ പിറുപിറുത്തതാണ്. അവരോട് കോപം കാണിക്കുന്നതിന് പകരം അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞുകൊടുത്ത വഴി ഇതാണ്: നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു കമ്പിൽ ഉയർത്തി നിർത്തുക. ആരെല്ലാം അതിനെയും നോക്കുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, എന്നുവരെ ആ ജനം അഗ്നേയ സർപ്പത്തിൻ്റെ കടിയേറ്റ് വേദന അനുഭവിക്കുമ്പോൾ ആ സർപ്പത്തിലും, സർപ്പം വരുത്തിയ മുറിവിലും, മുറിവ് വരുത്തിയ മരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുവോ അപ്പോഴൊക്കെ അവർ മരിച്ചു പോകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അതിൽ നിന്ന്, തങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമായ ഈശോയിലേക്ക്, അതായത് മോശ കമ്പിൽ ഉയർത്തിയ പിച്ചള സർപ്പം, അത് കടിക്കാത്ത സർപ്പമാണ്, വിഷമില്ലാത്ത സർപ്പമാണ്. അത് ഒരു രൂപത്തിൽ വെട്ടിത്തിളങ്ങുക, പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത്. അഗ്നേയ സർപ്പങ്ങൾ വന്നാണ് ഇസ്രായേൽക്കാരെ കടിച്ചു കൊന്നത് എങ്കിൽ അതിന് ബദലായിട്ട്, പരിഹാരമായിട്ട് ദീപം പോലെ തിളങ്ങുന്ന രീതിയിൽ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തി. ആരെല്ലാം അതിനെ നോക്കിയോ അവരെല്ലാം രക്ഷ പ്രാപിച്ചു. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ തൻ്റെ കുരിശുമരണത്തെ അവതരിപ്പിക്കുന്നത് ആ രീതിയിലാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ മനുഷ്യർ രക്ഷ അനുഭവിക്കും എന്ന യാഥാർത്ഥ്യം, നിത്യജീവൻ അനുഭവിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഈശോ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ ഈശോ എന്താ ചെയ്തത്? കുരിശിൽ, അതായത് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപത്തെ പരിഹാര ബലിയാക്കി മാറ്റി ഈശോനാഥൻ. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപമാണ് ഈശോയെ കൊന്നത് എങ്കിൽ അതിന് ദൈവം വരുത്തിയ ഏറ്റവും വലിയ പരിഹാരമാണ് കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോനാഥൻ. അപ്പോൾ ഒരു വിധത്തിൽ ഈശോയുടെ മരണം മനുഷ്യർ കർത്താവിൻ്റെ മേൽ വരുത്തിയ ഒരു ശിക്ഷ എന്നതിനേക്കാൾ മനുഷ്യൻ്റെ ശിക്ഷയിൽ നിന്ന്, മനുഷ്യവർഗത്തെ തങ്ങളുടെ ശിക്ഷയിൽ നിന്ന് വിമോചിപ്പിച്ച അനുഭവമാക്കി, പരമ ബലിയാക്കി കർത്താവ് മാറ്റുക ചെയ്തത്.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കുരിശിലെ മരണത്തെ ഈശോ ബലിയാക്കിയത് എങ്ങനെയാണ് എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന വെളിവാക്കുന്നുണ്ട്. കുരിശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നുകൊണ്ട് അനുസരണക്കേട് മൂലം വന്ന പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ കർത്താവ് വിമോചിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, രണ്ടാമത്തെ പാപം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ്. മനുഷ്യൻ്റെ പാപം, ജീവനെ എടുക്കുന്ന ആ പാപം. സ്നേഹമെന്ന് പറഞ്ഞാൽ ജീവൻ ഏകുന്ന അനുഭവം, ജീവൻ എടുക്കുന്ന അനുഭവമല്ല. അങ്ങനെ ജീവനെടുത്ത ആ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ തന്നെ തൻ്റെ മരണത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാക്കി മാറ്റി. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. ഈശോ തൻ്റെ സ്നേഹം ഏറ്റവും പ്രകടമാക്കിയത് കാൽവരി കുരിശിലാണ്. പിതാവായ ദൈവം തൻ്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കിയത് കാൽവരി കുരിശിലാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമായിട്ട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ കുരിശിലൂടെ സംഭവിച്ചത്. അങ്ങനെ സ്നേഹത്താൽ നിറഞ്ഞ മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് ജീവൻ അർപ്പിക്കുമ്പോൾ കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി ദൈവത്തോട് അനുസരണ കാണിച്ചതിലൂടെ, ദൈവേഷ്ടം പൂർണ്ണമായും നിറവേറ്റിയതിലൂടെ പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ ആ കുരിശിലെ മരണത്തെ പരമയാഗമാക്കി മാറ്റി. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ ആദിമസഭയിൽ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ ഒരു ഗാനമാണത്. ഈശോ ദൈവപുത്രനാണ് എന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു. ഈശോയെ പുകഴ്ത്തുന്ന രീതിയിൽ കർത്താവായി തീർന്നത് അവിടുന്ന് തന്നെ താഴ്ത്തിയതിനാലാണ്. ദൈവത്തോടുള്ള തൻ്റെ സമാനതയെ പിടിച്ചു വയ്ക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അതൊന്ന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വന്നവനെ പ്രിയപ്പെട്ടവരെ കുരിശുമരണത്തോളം ഇറങ്ങി വന്നപ്പോൾ ദൈവം അവൻ്റെ പരമയാഗത്തെ സ്വീകരിച്ചു. ദൈവം അവനെ ഉയർത്തി അവൻ്റെ നാമത്തെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ കുരിശു മരണത്തെ പരമ ബലിയാക്കി മാറ്റുന്നത്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം ദൈവത്തെ കൊന്നു എന്നതാണെങ്കിൽ അതിന് ദൈവം വരുത്തിയ പരിഹാരം എന്താ? ആ മനുഷ്യന് പാപമോചനമേകി, സാത്താൻ്റെ മേൽ വിജയമേകി, അവന് ജീവനേകി സമർത്ഥമായ ജീവൻ്റെ ഉടമയാക്കി മാറ്റി. ഈശോ പറയുന്നല്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകണം, അത് സമർത്ഥമായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമർത്ഥമായി ഉണ്ടാകാൻ. ആദ്യത്തെ ജീവൻ്റെ വൃക്ഷം ഒരു വിധത്തിൽ മരണം വരുത്തിയ വൃക്ഷമായി മാറിയെങ്കിൽ, മരണത്തിൻ്റെ വൃക്ഷമായി മാറിയെങ്കിൽ, ഇവിടെ ഇതാ ഈ കുരിശുമരത്തിൽ പ്രിയപ്പെട്ടവരെ കുരിശുമരത്തെ കർത്താവ് ജീവൻ്റെ വൃക്ഷമാക്കി മാറ്റുക. ഇന്ന് കുരിശ് നമുക്ക് ജീവൻ്റെ വൃക്ഷമാണ്. കുരിശിലെ കനി ഈശോനാഥനാണ്. അവനാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ വിശുദ്ധ കുരിശ് 3 കാര്യങ്ങൾ വെളിപ്പെടുത്തുക. ആ കുരിശിൽ വിശ്വസിക്കുന്ന നാം ആ വിശുദ്ധ കുരിശിനെ നമ്മുടെ മേൽ വരച്ചുകൊണ്ട് നമ്മളെ തന്നെ ആസ്വദിക്കുന്ന നാം പ്രിയപ്പെട്ടവരെ, ആ കുരിശിൽ നമ്മുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ കുരിശിൽ മരിച്ച ഈശോയുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ, ക്രൂശിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരിക. ഒന്ന്, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും വെളിപ്പെട്ടത്, ഈശോയുടെ സ്നേഹം ഏറ്റവും വെളിപ്പെട്ടത് കാൽവരി കുരിശിലാണ്. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ, രക്ഷ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷ വന്നത് ഈശോനാഥൻ കാൽവരി കുരിശിലർപ്പിച്ച ആ ബലിയിലൂടെയാണ്, പരമയാഗത്തിലൂടെയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ ആഘോഷം. ഒരു മരത്തിലൂടെ മരണം വന്നുവെങ്കിൽ
ഈ മരത്തിലൂടെയോ ജീവൻ വരുക. ജീവൻ്റെ വൃക്ഷമാണ് പ്രിയപ്പെട്ടവരെ തിരുക്കുരിശ്. ആ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് നേരെ നമ്മുടെ ഹൃദയം തുറന്ന് ആ സ്നേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാം. ആ സ്നേഹത്തിൽ നമുക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നവരായി മാറാം. ജീവൻ പോലും ഏകി സ്നേഹിക്കുന്നവരായി, ജീവൻ ഏകുന്നവരായി നമുക്ക് മാറാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. അതേപോലെ കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ തിരുനാളിൽ നമുക്ക് ദൈവം തന്ന രക്ഷയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് പാപത്തിൻ്റെ അടിമയല്ല, സാത്താൻ്റെ അടിമയല്ല, മരണത്തിൻ്റെ അടിമയല്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ മേൽ ജേതാക്കളാണ്. നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് കർത്താവ് പറയുന്നില്ലേ? അതേപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം, സമൃദ്ധമായി ജീവൻ്റെ ഉടമകളായി മാറാം. ജീവൻ്റെ വൃക്ഷമായ കുരിശിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ജീവൻ, നമുക്കായി നൽകപ്പെടുന്ന ആ നിത്യജീവൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് രോഗത്തിൽ നിന്നും തിന്മയിൽ നിന്നും എല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് സമൃദ്ധമായി ജീവൻ്റെ ഉടമകളായി ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. മറ്റുള്ളവർക്ക് ജീവൻ ഏകുന്നവരായി നമുക്ക് പരസ്പരം ബന്ധപ്പെടാം. നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാകട്ടെ. കുരിശിനാൽ അടയാളം ചെയ്യപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരെ ക്രൂശിതനിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിൻ്റെ സ്നേഹം നുകരാം, ദൈവമേകുന്ന രക്ഷ അനുഭവിക്കാം. നമുക്ക് ദൈവിക ജീവനാൽ നിറയപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.